മേയർ വി കെ പ്രശാന്തും കൗൺസിലർ ആർ ശ്രീലേഖയും തമ്മിലുള്ള വിവാദം പുതിയ തലത്തിലേക്ക്. ആർ ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കാൻ DGP നിയമോപദേശം തേടി. ശാസ്തമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ കൗൺസിലർ ആർ ശ്രീലേഖ അനുമതി നൽകാതെ അതിക്രമിച്ചു കയറി ചട്ടലംഘനം നടത്തിയെന്ന പരാതി പോലീസ് അന്വേഷിക്കാനായി മുഖ്യമന്ത്രി DGPക്ക് കൈമാറി. അഭിഭാഷകൻ കുളത്തൂർ ജയ്സിംഗ് ആണ് ഈ പരാതി നൽകിയത്. അദ്ദേഹം മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രി അതിവേഗം നടപടി എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിയമോപദേശം നേടിയ ശേഷം പോലീസ് ആർ ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കും. പോലീസ് ശക്തമായി തന്നെയാണ് നീങ്ങുന്നത്. കോർപ്പറേഷന് അപേക്ഷ നൽകി കൗൺസിൽ അംഗീകരിച്ച് രേഖാപരമായി അനുമതി നൽകിയാൽ മാത്രമേ ശ്രീലേഖയ്ക്ക് ഈ ഓഫീസ് തുറക്കാൻ നിയമപരമായി കഴിയൂ എന്നാണ് പരാതിയിൽ പറയുന്നത്. അത് ഏറെക്കുറെ ശരിയുമാണ്. കൗൺസിൽ ഇതുവരയ്ക്കും ഈ ഓഫീസ് ശ്രീലേഖയ്ക്ക് അംഗീകരിച്ച് നൽകിയിട്ടില്ല എന്നാണ് അറിവ്. എടുത്തുചാടി ശ്രീലേഖ പ്രവർത്തിച്ചത് ശ്രീലേഖയ്ക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു. ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തൻ്റെ ചെറിയ ഓഫീസിനെ കുറിച്ചും അവിടുത്തെ ഖരമാലിന്യ സംഭരണ ശാലയെക്കുറിച്ചും ഒക്കെ നെഗറ്റീവായി വാർത്തകൾ ഇട്ടിരുന്നു. തൻ്റെ ചുറ്റും മാലിന്യമാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. അത് ഖരമാലിന്യ സംഭരണ ശാലയാണ്. വർഷങ്ങളായി അതവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. ശ്രീലേഖ ഇതിനെ രാഷ്ട്രീയപരമായി ആയുധമാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. മേയർ വി കെ പ്രശാന്തിനെതിരെ BJP സൈബറിടങ്ങളിൽ വൻതോതിൽ ശ്രീലേഖയുടെ അനുകൂലികൾ ആക്രമണം നടത്തി. അതുപോലെ തന്നെ ഇടതുപക്ഷ സൈബറിടങ്ങൾ ശ്രീലേഖയ്ക്ക് നേരെയും ആക്രമണം നടത്തി. പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റിന് ഇത് വഴിതെളിച്ചു. യഥാർത്ഥത്തിൽ ശ്രീലേഖയ്ക്ക് ഈ ഓഫീസ് അംഗീകരിച്ച് നൽകിയിട്ടില്ല. ശ്രീലേഖ വലിഞ്ഞു കയറി ഇരിക്കുകയാണ് ഇപ്പോൾ. പ്രശാന്തിൻ്റെ ഓഫീസിൻ്റെ അകത്ത് തന്നെയാണ് ശ്രീലേഖയുടെ ഓഫീസും. മുൻ കൗൺസിലർ മധുസൂദനൻ നായർ അവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ശ്രീലേഖയുടെ എടുത്തുചാട്ടം അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ് ശ്രീലേഖ കാണിച്ചതെന്ന് BJPയിലെ ശ്രീലേഖ വിരുദ്ധർക്ക് അഭിപ്രായമുണ്ട്. രാജീവ് ചന്ദ്രശേഖറും ഇക്കാര്യത്തിൽ ശ്രീലേഖയെ അനുകൂലിച്ച് ഇതുവരെ എത്തിയിട്ടില്ല. മേയറാകാത്തതിൽ ശ്രീലേഖയ്ക്ക് കൊതിക്കറിവ് ഉണ്ടായിരുന്നു. മേയറാക്കാം എന്ന് പറഞ്ഞാണ് ശ്രീലേഖയെ BJPയിലേക്ക് ക്ഷണിച്ചതും ശാസ്തമംഗലം വാർഡിൽ നിർത്തിയതും. എന്നാൽ അവസാന ലാപ്പിൽ BJP രാഷ്ട്രീയമായി പരിജ്ഞാനമുള്ള VV രാജേഷിന് മേയർ സ്ഥാനം നൽകുകയായിരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോലും ശ്രീലേഖയ്ക്ക് നൽകിയില്ല. VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഒക്കെ ശ്രീലേഖയെ കണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷമാണ് പ്രശാന്തിൻ്റെ ഓഫീസ് വേണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീലേഖ പ്രശാന്തിനെ വിളിച്ചത്. ഓഫീസ് ഒഴിയാൻ പറ്റില്ലെന്നും മാർച്ച് മാസം അവസാനം വരെ തനിക്ക് കാലാവധിയുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. തുടർന്ന് താൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് ശ്രീലേഖ വെച്ചുകാച്ചി. നിയമ നടപടിക്ക് തന്നെ പ്രശാന്തും നീങ്ങി. ഇരുവരും തമ്മിലുള്ള യുദ്ധത്തിന് ഇത് കാരണമായി മാറി. അതിനുശേഷം പ്രശാന്തിൻ്റെ ഓഫീസിൽ തന്നെയുള്ള ഒരു കൗൺസിലറുടെ ഓഫീസ് മുറിയിൽ ശ്രീലേഖ പ്രവേശിച്ചു. പക്ഷേ കോർപ്പറേഷനിൽ ശ്രീലേഖ അപേക്ഷ നൽകിയിട്ടില്ല, കൗൺസിൽ അംഗീകരിച്ചിട്ടില്ല, രേഖാപരമായി ഒരനുമതിയും ഇതിന് ലഭിച്ചിട്ടില്ല. രേഖാപരമായി അനുമതി ലഭിച്ചാൽ മാത്രമേ ആ ഓഫീസിനകത്ത് കയറാൻ പാടുള്ളൂ ശ്രീലേഖയ്ക്ക്. ഇതാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഇതോടുകൂടി ശ്രീലേഖ ഊരാക്കുടുക്കിലേക്ക് പോയിരിക്കുകയാണ്. ശ്രീലേഖ നടത്തിയ എടുത്തുചാട്ടം ശ്രീലേഖയ്ക്ക് തന്നെ വിനയായി മാറിയിരിക്കുകയാണ്. ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കാൻ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്.
എന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കുളത്തൂർ ജെയിൻ സിംഗ് എന്ന അഭിഭാഷകൻ പഴുതടച്ചു തന്നെയാണ് ശ്രീലേഖയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്.